ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സമയം പൂർത്തിയായി. 5 മണിവരെ രേഖപ്പെടുത്തിയത് 90% മുകളിൽ പോളിംഗ്. വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. മെയ് 4 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിന് പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കി ആരോഗ്യവകുപ്പ്. പരമാവധി ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. സംസ്ഥാനത്ത് വേനൽമഴ ശക്തിപ്പെടുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ഇന്ന് നടന്നു. 5 മണിവരെയുള്ള കണക്കനുസരിച്ച് 90% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. അന്തിമ കണക്കുകൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മെയ് 4 വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണുക. 30 മിനിറ്റുകൾക്ക് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണാൻ ആരംഭിക്കും. സർക്കാരിന്റെ സുരക്ഷാ പരിരക്ഷയുള്ള വ്യക്തികളെ കൌണ്ടിംഗ് ഏജന്റുമാരായി നിയമിക്കാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളൂരത്തി. തങ്ങൾക്കുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലഭ്യമാക്കിയിട്ടുള്ള സുരക്ഷാ പരിചരണമുള്ള വ്യക്തികളെ കൌണ്ടിംഗ് ഏജന്റുമാരായി സ്ഥാനാർത്ഥികൾക്ക് നിയമിക്കാനാകില്ല. ഇത്തരം വ്യക്തികൾക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായോ അല്ലാതെയോ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാനും അനുവാദം ഉണ്ടാകില്ല. ഇതേസമയം സായുധ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണമുള്ള സ്ഥാനാർത്ഥികൾക്ക് അവരുടെ സായുധ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്വമേധയാ പിൻവലിക്കുകയാണ് എന്ന ഉറപ്പ് നൽകിയാൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇരിക്കാൻ അനുമതി നൽകുന്നതാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം നടന്ന സ്ഥലത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ CN രാമചന്ദ്രൻ നായർ. അപകടകരമായ സാഹചര്യത്തിലാണ് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടന്നതെന്നും അഗ്നിപ്രതിരോധ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും കമ്മീഷൻ പറഞ്ഞു. വലിയൊരു തൊഴിൽ മേഖലയാണ് കരിമരുന്ന് നിർമ്മാണമെന്നും അത് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുരക്ഷിതമായി വെടിക്കെട്ട് നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും അപകട സമയത്ത് സ്പാർക്ക് ഉണ്ടായെന്ന മൊഴി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിന് പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കി ആരോഗ്യവകുപ്പ്. പരമാവധി ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിലവിൽ 151 സർക്കാർ ആശുപത്രികളിലും 150 സ്വകാര്യ ആശുപത്രികളിലും ആന്റിവെനം ലഭ്യമാണ്. ആശുപത്രികളിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള വിദൂര മേഖലകളിലെ PHCകളിലും CHCകളിലും ആന്റിവെനം ലഭ്യമാക്കും. പാമ്പുകടിയേറ്റവരെ കനിവ് 108 ആംബുലൻസ് വഴി എത്രയും പെട്ടെന്ന് ആശുപത്രികളിൽ എത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉത്തരവ് പുറപ്പെടുവിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ പ്രകാരമാണ് നടപടി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ അധ്യാപിക നൽകിയ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പരാതിയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സംസ്ഥാനത്ത് ഇന്നലെ വളരെ പരിമിതമായ വൈദ്യുതി നിയന്ത്രണം മാത്രമാണ് വേണ്ടിവന്നതെന്ന് KSEB. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ച 200 മെഗാവാട്ട് വൈദ്യുതിയും കേന്ദ്ര ഉൽപാദന നിലയങ്ങളിൽ നിന്നും മുടങ്ങിയിരുന്ന 200 മെഗാവാട്ട് വൈദ്യുതിയും ലഭിച്ചതോടെ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം ഇടങ്ങളിലും ഇടതടവില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ KSEBക്ക് കഴിഞ്ഞു. ലൈൻ ഓവർലോഡ് കാരണം മലബാർ മേഖലയിലെ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതല്ലാതെ സംസ്ഥാനത്ത് മറ്റൊരിടത്തും നിയന്ത്രണം ആവശ്യമായി വന്നിട്ടില്ല. കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയെന്ന തരത്തിൽ പല മാധ്യമങ്ങളും വാർത്ത നൽകിയത് തികച്ചും ഖേദകരമാണെന്നും KSEB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നതിന്റെ ഭാഗമായി സ്പീക്കർ AN ഷംസീർ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സന്ദർശിച്ചു. സ്പീക്കറിന് സർവ്വഭാവുകങ്ങളും നേർന്ന ഗവർണർ ഭാവി ജീവിതത്തിന് ആശംസകളും രേഖപ്പെടുത്തി. സഭാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ സഹകരണത്തിന് സ്പീക്കർ മുഖ്യമന്ത്രിയെ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, വയനാട് ജില്ലകളിൽ ശനിയാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കടുത്ത ചൂടിന് ആശ്വാസം പകർന്നാണ് സംസ്ഥാനത്ത് വേനൽമഴ ശക്തി പ്രാപിക്കുന്നത്. വേനൽമഴ ശക്തമായതോടെ ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. വിശദാംശങ്ങളിലേക്ക്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ടെലിഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുതെന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇടുക്കി ജില്ലയിൽ പെയ്ത ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വണ്ടിപ്പെരിയാർ മ്ലാമല മേഖലയിൽ വ്യാപക നാശനഷ്ടം. മ്ലാമല, മൂങ്കലാർ, കീരിക്കര ഭാഗങ്ങളിൽ നിരവധി വീടുകളുടെ മേൽക്കൂരകൾ കാറ്റിൽ തകർന്നു. കാറ്റിലും മഴയിലും പെട്ട് മേഖലയിൽ വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായി. പൂണ്ടിക്കുളത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു. ശാന്തിപ്പാലത്തെ ഹൈമാസ്റ്റ് ലൈറ്റ് കാറ്റിൽ ചരിഞ്ഞ നിലയിലാണ്. കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള വെള്ളമെത്തുന്ന പേപ്പാറ അണക്കെട്ടിൽ ഇനി അവശേഷിക്കുന്നത് പരമാവധി 28 ദിവസത്തേക്കുള്ള വെള്ളം മാത്രം. വേനൽമഴ ശക്തമാകുന്നതോടെ ജലനിരപ്പ് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വനമേഖലയിൽ നിന്ന് നീരൊഴുക്ക് നിലച്ചതോടെ പേപ്പാറ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതാണ് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണത്തിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് വേനൽ മഴ എത്തിയെങ്കിലും പേപ്പാറ ഡാമിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടില്ല. 107.5 മീറ്റർ സംഭരണശേഷിയുള്ള പേപ്പാറ അണക്കെട്ടിൽ കഴിഞ്ഞ ദിവസം ജലനിരപ്പ് 96.65 മീറ്ററായി താഴ്ന്നിരുന്നു. ജലനിരപ്പ് 86 മീറ്ററിൽ താഴ്ന്നാൽ അരുവിക്കരയിലേക്ക് വെള്ളം നൽകാനാവില്ല. 90 മീറ്റർ ആയാൽ വെള്ളത്തിന്റെ നിലവാരം മോശമാകും. വേനൽ മഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ വലിയ കുടിവെള്ള പ്രതിസന്ധിയായിരിക്കും ഉണ്ടാവുക. തിരുവനന്തപുരം ജില്ലയിൽ അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം തൽക്കാലമില്ലെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റെ വിലയിരുത്തൽ. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 1, 2, 5 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം തുറന്നു. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. ആകാശവാണി തിരുവനന്തപുരം നിലയം സ്വാതി തിരുനാൾ സംഗീതോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംഗീതാർച്ചന മെയ് 1 തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 9 മണി മുതൽ കോട്ടയ്ക്കകം ലെവി ഹാളിലായിരിക്കും പരിപാടികൾ. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 മുംബൈയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 609 പോയിന്റ് നേട്ടത്തിൽ 77,496-ലും നിഫ്റ്റി 182 പോയിന്റ് ഉയർന്ന് 24,177-ലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ ഉയർന്ന സ്വർണ്ണവില ഇന്ന് ഉച്ചതിരിഞ്ഞ് 680 രൂപ കുറഞ്ഞു. പവന് 1,10,320 രൂപയും ഗ്രാമിന് 13,790 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് സമയം പൂർത്തിയായി. 5 മണിവരെ രേഖപ്പെടുത്തിയത് 90% മുകളിൽ പോളിംഗ്. വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. മെയ് 4 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ തടയുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കി ആരോഗ്യവകുപ്പ്. പരമാവധി ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി വീണ ജോർജ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. സംസ്ഥാനത്ത് വേനൽമഴ ശക്തിപ്പെടുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.